പുതിയ സുപ്രീം കോടതി വിധി പ്രകാരമാണെങ്കിൽ 2 വർഷത്തിന് മുകളിൽ ഒരു ക്രിമിനൽ കുറ്റത്തിൽ തെളിയുകയാണെങ്കിൽ, ക്രിമിനൽ കുറ്റം ഒരാൾക്കെതിരെ തെളിയുകയാണെങ്കിൽ അദ്ദേഹം ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നൊരു നിബന്ധന നിലവിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ചില അഭിഭാഷകരോട് നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ അവർ അത് തന്നെയാണ് നൽകിയിട്ടുള്ളത്, ആ വിവരം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തത കുറവുണ്ട് അമൃത. കാരണം അങ്ങനൊരു ഇൻസിഡൻറ്റിലൂടെ നമ്മൾ കടന്നു പോയിട്ടില്ല. ഒരുപക്ഷെ ഈ കേസ് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു അപൂർവ കേസായി കണക്കാക്കാം. അതുപോലെ തന്നെ ഇത് ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ വ്യക്തത, നിയമവിദഗ്ധരുമായി ചേർന്ന് അവരോട് സംസാരിച്ച് കൂടുതൽ വ്യക്തത അക്കാര്യത്തിൽ വരുത്തണം. അങ്ങനെയെങ്കിൽ വലിയ തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കുന്നത്. വ്യക്തിപരമായും രാഷ്ട്രീയപരമായും ആന്റണി രാജുവിനുണ്ടാക്കുന്നതും വലിയ നഷ്ടമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് 4 സീറ്റാണ് അവർക്ക് നൽകിയത്. ഒരു സീറ്റിൽ മാത്രം, തിരുവനന്തപുരത്ത് മാത്രം ആന്റണി രാജു ജയിക്കുന്നു. ആന്റണി രാജു ജയിച്ചു കഴിഞ്ഞ് 2 പേർക്ക് മന്ത്രിസ്ഥാനം നൽകാൻ തീരുമാനിക്കുന്നു. ആദ്യത്തെ ടൈം ആന്റണി രാജുവിനെ KSRTC വകുപ്പ് മന്ത്രിയാക്കുന്നു, ഗതാഗത മന്ത്രി ആക്കുന്നു. 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞ് ഗണേഷ് കുമാറിനത് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി മത്സരിക്കാൻ വേണ്ടി 4 സീറ്റ് എന്തായാലും കൊടുക്കില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായിരുന്നു. ഒരു സീറ്റ് ഒരുപക്ഷെ ജനാധിപത്യ കേരള കോൺഗ്രസിന് കിട്ടിയേനെ, ഒരുപക്ഷെ അല്ല കിട്ടിയേനെ. അത് തിരുവനന്തപുരത്ത് ആന്റണി രാജു മത്സരിച്ച് ജയിച്ച ആ സീറ്റ് തന്നെ അവർക്ക് നൽകാൻ വേണ്ടിയുള്ള ധാരണ ഇടതുമുന്നണി നേതൃതലത്തിൽ നേരത്തെ ഉണ്ടായതാണ്. ഇനിയിപ്പോൾ ആ സീറ്റ് നൽകുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. സൈഫി സൂചിപ്പിച്ചതുപോലെ ഏകമല്യുള്ള പാർട്ടിയെ മുന്നണി കൈവിടുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതെ, ഇനിയിപ്പോൾ അതിനകത്ത് ആന്റണി രാജുവിന് മുന്നിലുള്ള കാര്യം ഇത് കീഴ്ക്കോടതിയാണ്, ഇതൊരു മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് മുകളിലേക്ക് ഒരുപാട് കോടതികൾ ഉണ്ട്. ഇതിപ്പോൾ അപ്പീൽ നൽകാം, ഇന്ന് തന്നെ വേണമെങ്കിൽ അപ്പീൽ നൽകി സ്റ്റേ വാങ്ങാം. അങ്ങനെയെങ്കിൽ ആന്റണി രാജുവിന് ഇപ്പോൾ 3 വർഷത്തിൽ കൂടുതലാണ് ശിക്ഷയെങ്കിൽ, അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. 3 വർഷത്തിൽ കൂടുതലാണ് ശിക്ഷയെങ്കിൽ ജയിലിൽ പോകണം. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ കോടതിയിൽ വെച്ച് തന്നെ ജാമ്യം എടുത്ത് നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇപ്പോഴുള്ള ഈ തെളിഞ്ഞ കുറ്റങ്ങൾ 3 വർഷത്തിന് മുകളിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആന്റണി രാജുവിന് ഒരുപക്ഷെ ജയിലിലേക്ക് പോകേണ്ടി വരാനുള്ള സാധ്യതകൾ. ശരി സൈഫ്, തുടരൂ. PDT ആചാരി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ PDT ആചാരി, നിലവിൽ ഇപ്പോൾ തെളിഞ്ഞ കുറ്റങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ 3 വർഷത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷകളാണ് എന്ന് മനസ്സിലാക്കുന്നു. വലിയൊരു തിരിച്ചടി തന്നെയല്ലേ ആന്റണി രാജു നേരിട്ടിരിക്കുന്നത്? അതെ, ആന്റണി രാജു ഇപ്പോ സിറ്റിംഗ് മെമ്പർ ആണല്ലോ അസംബ്ലിയിലെ. അപ്പോ അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെടും ഇമ്മീഡിയറ്റ്ലി. അതാണ് പെട്ടെന്നുണ്ടാകുന്ന ഒരു കാര്യം. അതായത് അസംബ്ലി മെമ്പർ അല്ലാതാവും. കാരണം ലില്ലി തോമസ് കേസിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി അനുസരിച്ച് ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തിന് 2 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അയോഗ്യരാവും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ശിക്ഷ വിധിച്ചാൽ ഉടൻ തന്നെ അദ്ദേഹം ആ നിമിഷം മുതൽ അയോഗ്യനാണ്, അസംബ്ലിയിലെ മെമ്പർഷിപ്പിൽ നിന്ന് പോകും. അതാണ് അതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അതിന്റെ ഒരു റിസൾട്ട്. പിന്നെ അപ്പീലിന് പോകാം. പക്ഷെ അപ്പീലിന് പോയാല് ഈ അപ്പലേറ്റ് കോർട്ട് അതായത് രണ്ടും സസ്പെൻഡ് ചെയ്യണം, സ്റ്റേ ചെയ്യണം. ഒന്ന് കൺവിക്ഷനും മറ്റേത് സെന്റൻസ്. ഈ രണ്ടാണല്ലോ. കൺവിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരാളിനെ കുറ്റക്കാരനായിട്ട് കണ്ടു കോടതി, അപ്പോൾ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നു. രണ്ടാമത്തേത് ശിക്ഷ വിധിക്കുന്നു. ഈ രണ്ടുമുണ്ട്. അപ്പോ അപ്പീൽ പോയാല് അപ്പീലേറ്റ് കോർട്ട് ഇത് രണ്ടും സസ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞാൽ തിരിച്ച് അസംബ്ലിയിലേക്ക് വരാൻ പറ്റൂ. ശിക്ഷ മാത്രം സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പറ്റില്ല, കൺവിക്ഷനൂടെ സസ്പെൻഡ് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ കുറ്റക്കാരൻ ആണ് എന്നുള്ളത് കൂടി പിൻവലിച്ചാൽ മാത്രമേ തിരിച്ചു വരാൻ കഴിയുള്ളൂ എന്നാണ്. സ്റ്റേ ചെയ്യണം, അതുകൂടെ കോടതിയുടെ ആ ഫൈൻഡിങ്ങോട് സ്റ്റേ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് റിലീഫ് കിട്ടുകയുള്ളൂ ഈ കാര്യത്തിൽ.